ഈ സണ്ണി ജോസഫ് വന്നിട്ടും ഒരു മാറ്റവുമില്ല കോൺഗ്രസ്സിന്. അടി തുടരുകയാണ്. കെ സുധാകരനെ ഇറക്കി വിട്ടു എന്ന ധാരണ പലർക്കുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ACCയുടെ ഒരു മീറ്റിംഗ് ഡൽഹിയിലുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാതെ അദ്ദേഹം അതിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇനി അടി എന്നെങ്കിലും തീരുമോ? അല്ല, അത് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പം ഇന്നലെ KPCC ആസ്ഥാനത്ത് വലിയ ആഹ്ലാദ ഇതൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് മാറി തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെയും K മുരളീധരൻ പലയിടത്തും പലർക്കും കൊടുക്കേണ്ട കൊട്ട് കൊടുക്കുന്നുണ്ടായി. കൊടിക്കുന്നിൽ അവിടെ അതൃപ്തിയൊക്കെ ആയിട്ടാണല്ലോ നിന്നത്. എന്താണ് അവിടെ ഇദ്ദേഹം 38ാമത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 37 പേരുടെയും പടം അവിടെ ഇരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഈ ദളിത് വിഭാഗത്തിൽ നിന്നൊരു പടം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടിക്കുന്നിൽ രംഗത്ത് നിൽക്കുന്നത്. പിന്നെ കുറേ MP-മാർ വരാതിരുന്നിട്ടുണ്ട് ഈ ചടങ്ങിന്. ബെന്നി ബെഹനാൻ, ആൻ്റോ ആൻ്റണിയുടെ പേരാണ് നേരത്തെ സണ്ണി ജോസഫിനോടൊപ്പം പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോഴാണല്ലോ മുരളീധരൻ പറഞ്ഞത് പടം കാണിച്ചാലെങ്കിലും ആർക്കെങ്കിലും തിരിച്ചറിയണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ MLA-മാർ പലരും വന്നിട്ടില്ല. തരൂർ വന്നോ? ഇല്ല എന്നൊക്കെയാണ് അറിയുന്നത്. അതൃപ്തരായിട്ട് നിൽക്കുകയാണ് പലരും എന്നാണ് അറിയുന്നത്. അതിപ്പോൾ വലിയ കാരണം ഈ സമയത്തൊരു പൊളിച്ചെഴുത്ത് നടത്തിയതാണ്. ഇത് KC വേണുഗോപാലിൻ്റെ ഒരു കളി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ VD സതീശനും. ഇപ്പോൾ സുധാകരനെ എന്തിനു വേണ്ടി ഇവർ ഒഴിവാക്കിയത്? സുധാകരൻ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് പോവുകയല്ലായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ ആര് വന്നാൽ ഇവർക്കൊന്നും തന്നെ ഇതൊക്കെ വീണ്ടും എന്താണ് പിണറായി വിജയന് ഭരണത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതിലിപ്പോൾ ആരാ പെട്ടുപോയതെന്ന് ചോദിച്ചാൽ ലീഗാണ്. അവർക്ക് ഇനിയും ഭരണമില്ലാതെ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ട കാര്യം. അവർ തുടരില്ല, അവർ വേറെ വഴി അന്വേഷിക്കും. അവർ കുറേ കാലമായിട്ട് കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നുമില്ല. അങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവർക്ക് അധികാരം സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്തു എന്ന് മറ്റ് പലരും മറ്റ് സമുദായങ്ങളും പാർട്ടികളും ഒക്കെ പറയുന്നത്. ലീഗ് ഒരു പ്രധാന ഘടകകക്ഷി കൂടിയാണല്ലോ. അതുകൊണ്ടൊരു സ്വാതന്ത്ര്യം കാണിച്ചു. അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുമുണ്ട്. സ്വാതന്ത്ര്യമല്ല, ഓവർ സ്വാതന്ത്ര്യമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുരളീധരൻ പറഞ്ഞത് തന്നെ ഈ പുതുമുഖങ്ങളെ കൊണ്ടുവരണം, കണ്ടുമടുത്തവരെല്ലാം മാറി നിൽക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കുറേ പേരുണ്ട്, അവരൊക്കെ മാറിപ്പോകണം. മാറിയിട്ട് ഇപ്പോൾ വിഷ്ണുനാഥ് ഒക്കെ വന്നു, ഷാഫി പറമ്പിൽ ഒക്കെ വരികയുണ്ടായി. അത് ശരിയായ രീതിയാണ്. അപ്പോൾ പുതിയ നിര വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഈ ഒരാൾക്ക് പുതിയ നിര വന്നാൽ പഴയ നിര ഉണ്ടെങ്കിലും ഈ അടിക്ക് ഒരു കുറവ്. ഈ പഴയ നിരയും കൂടി നിൽക്കുമ്പോഴാണ് അതിനകത്ത് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പഴയ നിരയിലുള്ളവരെ എല്ലാം അല്ലെങ്കിൽ മാറ്റണം. അത് പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പം CPM-ൽ പ്രായപരിധിയിൽ ഇളവ് കൊടുത്തിട്ടില്ല. പട നയിക്കാൻ ഒരാൾ വേണമല്ലോ. പക്ഷേ അവിടെ CPM-ൽ അത് കുറച്ച് കൂടുതലാണ്. പിണറായി വിജയനെ മാത്രം നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും അങ്ങ് വെട്ടി നിരത്തി. അതാണ് ചെയ്തത്. അപ്പോൾ പിന്നെ വരുന്നവരെയൊക്കെ പിണറായി വിജയന് കാൽ കീഴിൽ കൊണ്ട് നിർത്താനും സൗകര്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സിലെ അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, ഒപ്പം MLA-യുമാണ്. K സുധാകരൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അദ്ദേഹം MP-യും കൂടിയാണല്ലോ. ഇപ്പോൾ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ഇവരൊക്കെ MLA MP-മാരല്ലേ. അപ്പോൾ ഇവർക്ക് എന്തിനാ ഈ ഇരട്ട പദവി? എന്തിനാ? അത് കോൺഗ്രസ്സിൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇരട്ട പദവി ഒഴിവാക്കുക, ഒരാൾക്ക് ഒരു പദവി. അങ്ങനെ വരുമ്പോൾ സൗകര്യമല്ലേ, കോൺഗ്രസ്സിൽ കൂടുതൽ പേർക്ക് അടുക്കലേക്ക് അധികാരം ചെന്നെത്തും. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിയില്ലേ. ഇപ്പം അതോടൊപ്പം തന്നെ ഈ പണ്ടെല്ലാം ഗ്രൂപ്പ് കളിച്ചാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് കളിച്ച് തീരും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് കളിക്കുന്നവരെയും പ്രശ്നമുണ്ടാക്കുന്നവരെയും ചാക്കിടാനായി മറുഭാഗത്ത് BJP നിൽക്കുകയാണ്. അത് പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്, അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്, ടോം അടക്കൻ. അതോടൊപ്പം അങ്ങനെ പിന്നെയുണ്ടല്ലോ പന്തളം സുധാകരന്റെ സഹോദരൻ അടക്കമുള്ള പല നേതാക്കളും ഇപ്പോൾ BJP പാളയത്തിലാണ്. അങ്ങനെ
ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്ന നേതാക്കളെ ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ BJP പാളയത്തിൽ കാണേണ്ടി വരുമോ? ഇപ്പം പത്മജ പോയപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ലീഡറുടെ മകളല്ലേ, അത്ര ഒരു ഞെട്ടലുണ്ടാക്കി എല്ലാവർക്കും. മുരളീധരൻ പോകില്ലെന്ന് എന്താ ഉറപ്പ്? ഇനി ഞാൻ പറയട്ടെ, രമേശ് ചെന്നിത്തലയാണെന്നുണ്ടെങ്കിൽ 2026 പിന്നെ മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഈ അവസരമാണ്. അധികാരം കിട്ടുമെങ്കിൽ, അങ്ങനെയും കൂടെ പറയണം. ഇനി അധികാരം കിട്ടുന്നു എന്ന് വിചാരിക്കുക, ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ, ചെന്നിത്തലയല്ല കോൺഗ്രസ്സിലെ ആരാകുമെന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സിൽ വലിയ തർക്കവും അടിയും നടക്കും. KC വേണുഗോപാൽ അവസരം വന്നിറങ്ങും, ചെന്നിത്തലയുടെ അവസരം പോവുകയല്ലേ? ഇപ്പം VD സതീശന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നം ഉണ്ടാകും. കാരണം ചെന്നിത്തലയെ പോലുള്ള സീനിയറായിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ VD സതീശൻ പാർട്ടിക്ക് ഇവിടെ സ്വാധീനമുണ്ടെങ്കിൽ VD സതീശൻ ഇനിയും പ്രായമുണ്ട്. അതെ. അപ്പോൾ ഈ പിന്നെ ഇദ്ദേഹത്തിന് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ, 26 കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നാ 2031 അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ പ്രായം കഴിയുകയാണ്. 70 വയസ്സിനുമൊക്കെ മുകളിലോട്ടൊക്കെ പോവുകയാണ്. ഇപ്പോൾ തന്നെ അത്രയും ഇതിലേക്ക് ആകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള സ്വപ്നമൊക്കെ തീർന്നില്ലേ? അപ്പോൾ പിന്നെ വേറെ വഴി തേടും. വേറെ വഴിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം BJPയിലോട്ട് പോകും. ചെന്നിത്തല ഇതിപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും ചുമ്മാതെ ഇരുന്ന് പറയുകയാണെന്നുള്ള. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. BJP പോയാൽ എന്താ, പോയിരിക്കും, അവിടെ സ്ഥാനമാനം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു ഗവർണറെങ്കിലും ആകും. സുധാകരൻ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ പലരും ഇതൊക്കെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇവരെന്താ മനസ്സിലാക്കാത്ത, BJP ഇവിടെ സ്പേസ് ഉണ്ടാക്കുകയാണ്. ആ സ്പേസിൽ ഇവർക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതിന് എന്തിനാണ്? ക്രൈസ്തവരുടെ വോട്ട് പിടിക്കാനെന്നും പറഞ്ഞ്. ക്രൈസ്തവരുടെ മുഴുവൻ വോട്ടും മറിക്കാമെന്നാണോ ഇവരുടെ കണക്കുകൂട്ടിൽ? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി അടഞ്ഞു നിൽക്കുന്നു. NSSൻ്റെ വോട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ ഈ ആരുടെ വോട്ട് എവിടുന്ന് കിട്ടുമെന്നാണ് പറയുന്നത്? ലീഗിൻ്റെ കാര്യങ്ങൾ നോക്കി അവർക്ക് കൊടുക്കുന്ന സീറ്റ് എത്ര ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് അവർ വിജയവും നേടി വരും. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭരണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് വേറെ വഴി കൂടെയും പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും, രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളുടെ ഒരു വർഷമായിരിക്കും 2026. കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ രണ്ട് പാർട്ടികളും ശ്രമം നടത്തുന്നുണ്ടല്ലേ? CPM ആയാലും BJP ആയാലും. അവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഒരു കഴിവുകെട്ട പ്രതിപക്ഷമാണെന്നൊരു ധാരണ അവർ ഒരു പരിധിവരെ സാധാരണക്കാരായ ജനങ്ങളിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ അത്, കോൺഗ്രസിനെ തകർക്കുക. കോൺഗ്രസ് മുക്ത ഭാരതമല്ലേ? അപ്പോൾ പിന്നെ അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. അതിനനുസരിച്ച് അവർ പൊക്കൊണ്ടിരിക്കും. 2026 ഇപ്പോൾ BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അവരെത്ര സീറ്റോ പിടിക്കട്ടെ, 5 സീറ്റോ അല്ലെങ്കിൽ 10 സീറ്റോ പോയില്ലേ, കാര്യങ്ങൾ മാറുകയല്ലേ ചെയ്യുന്നത്. കോൺഗ്രസ് ദുർബലമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് 2021 വരുമ്പോൾ കോൺഗ്രസിന് UDFന് അധികാരം എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ തുടർഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ തന്നെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുകയാണ് അടുത്ത തവണയും 3ാം വട്ടവും പിണറായി തന്നെ വരും എന്നുള്ളത്. അത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അവരപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയാകാൻ ആളിനെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ പറഞ്ഞത് എന്താണ്? 100 സീറ്റ് നേടും. 100 സീറ്റ് നേടട്ടെ, കൊള്ളാമല്ലോ. 100 സീറ്റ് നേടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര സീറ്റ്? 40 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര സീറ്റ് CPMന് കൊടുക്കും? എത്ര സീറ്റ് BJP വാങ്ങിക്കും? 100 സീറ്റ് നേടിയ പണ്ട് 2002-ലാണ്. അതെ. അതിനുശേഷം ആകെ അധികാരത്തിൽ വന്നത് വേറെ 72 സീറ്റ്. 2011 കഷ്ടിച്ചാണല്ലോ. പിന്നെ നെയ്യാറ്റിൻകരയിലെ സെൽവരാജും കൂടി ഇപ്പുറത്ത് ചാടേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്നുള്ള കാര്യങ്ങൾ വളരെ നിർണായകമാണ്. കോൺഗ്രസിൻ്റെ ഭാവി തന്നെ അപകടകരമായ അവസ്ഥയിലുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.